നമ്മുടെ നെഞ്ച് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതും ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ഒരു കണ്ടീഷൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയും. ഈ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ടെക്ടസ് ഡിഫോമിറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് ചെസ്റ്റ് വോളിൽ ഉണ്ടാവുന്ന ആകാരവൈകല്യം ഡെവലപ്മെന്റൽ സമയത്ത്, കുട്ടി വളരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഗ്രോത്ത് ഡിസ്പാരിറ്റി, ഈ വാരിയെല്ലിനെയും നടുക്കുള്ള സ്റ്റേണം എന്ന് പറയുന്ന ബോണിനെയും യോജിപ്പിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ബോണുകളുണ്ട്, കാർട്ടിലേജസ് എന്ന് പറയും. കാർട്ടിലേജസിന്റെ ഓവർ ഗ്രോത്ത് കൊണ്ടൊക്കെയാണ് ഈ പ്രശ്നം മെയിൻ ആയിട്ട് വരുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ മിക്കവാറും അതൊരു ജനറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ വളർച്ചയുടെ സമയത്തുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. അതായത് ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ശ്വസനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മേജർ ആയിട്ടുണ്ടാകുന്ന പ്രശ്നം ഇതൊന്നുമല്ല, മെന്റൽ ഡിപ്രഷൻ. ഇത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സൈഡിൽ ഉണ്ടാക്കുന്ന 2 ചെറിയ മുറിവുകളിലൂടെ നമുക്ക് ഈ ഡിഫോമിറ്റി കറക്റ്റ് ചെയ്യാൻ പറ്റും. ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്ത് നമ്മൾ കാലിന്റെ എല്ല് പൊട്ടും, നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന ചെറിയൊരു മുറിവ് വഴി ഒരു നെയിൽ കയറ്റിയിട്ടൊക്കെയാണ്, ഒരു കമ്പി കയറ്റിയിട്ട് നമ്മൾ അതിനെ റിപ്പയർ ചെയ്യുന്നതൊക്കെയാണ് ഓർത്തോലക്കാണ്. അതേപോലെ തന്നെ നമ്മൾ നെഞ്ചിന്റെ 2 വശങ്ങളിൽ ഉണ്ടാക്കുന്ന ചെറിയൊരു 2.5-3 സെന്റിമീറ്റർ വലുപ്പമുള്ള ചെറിയ മുറിവുകൾ വഴി കറക്ഷൻ ഇംപ്ലാന്റ്സ് കയറ്റി ഈ കുഴിഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ പുറത്തേക്ക് കറക്റ്റ് ഷേപ്പിലേക്ക് കൊണ്ടുവെക്കാം. അതേപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണെങ്കിൽ അതിനെ തിരിച്ച് നോർമൽ ഷേപ്പിലേക്ക് തള്ളി ഉള്ളോട്ടേക്കാം. ഇത് നമ്മളൊരു 2 years 3 years നമ്മൾ ഈ ഇംപ്ലാന്റ്സ് അവിടെ വെക്കും. ഈ ഒരു ഡിഫോമിറ്റി കറക്റ്റഡ് ആയിട്ട് വരും. അപ്പോഴേക്ക് കുട്ടിയുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതോടുകൂടിയിട്ട് ആ ഒരു ഷേപ്പ് അവിടെ ഫിക്സഡ് ആയിട്ട് വരും. ഇത് കുട്ടികൾക്കാണോ കോമൺ ആയിട്ട് വരുന്നത്? ജനിച്ച് വളർച്ചയുടെ ഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സർജറി വേണോ അല്ല സർജറി ഇല്ലാതെയോ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് വലിയ ആൾക്കാരിൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കപ്പെടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ട്രീറ്റ്മെന്റിന് ശേഷം പിന്നീട് നോർമലായി മാറും. നമ്മൾ ഈ ഒരു ഇംപ്ലാന്റ് ഉള്ളിൽ വച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കോണ്ടാക്ട് സ്പോർട്സ്, ഗുസ്തി, ബോക്സിങ്, ഫുട്ബോളിൻ്റെ അത് നമ്മൾ കൂട്ടിയിടിക്കാനൊക്കെ ചാൻസ്. അതേപോലുള്ള ഗെയിംസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ കുട്ടികളോട് പറയും. അതല്ലാതെ നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും.